എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്, ഓറഞ്ച് കേക്ക്. ഓറഞ്ച് കിട്ടുന്ന സീസണിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഉഗ്രൻ കേക്കാണിത്. നല്ല ഫ്ലേവറുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കുകയാണ്. നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഏറ്റവും പുറമെയുള്ള തൊലി മാത്രം ചെത്തിയെടുക്കാം. അല്പം പോലും ഉള്ളിലേക്ക് പോകരുത് കേട്ടോ, അങ്ങനെ ആയാലും അതിനൊരു കയ്പ്പരസം വരും. ഇനി ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ എൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്, അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ജ്യൂസാണ് നമുക്ക് ആ വലിയ ഓറഞ്ചിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്, എല്ലായിടത്തും ഇതൊന്ന് യോജിച്ച് കിട്ടാനായിട്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ എടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ ഈ ബട്ടർ എടുക്കുമ്പോൾ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കണമെങ്കിൽ അല്പം കൂടി വേഗത്തിൽ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ബട്ടർ ഒന്ന് ലൂസായി വരുന്നവരെ കുറച്ച് സമയം, 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് 7.5 ടേബിൾ സ്പൂൺ തൊട്ട് 8 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാര അങ്ങനെ അളന്നെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ കാണുന്ന ഇളം മഞ്ഞ നിറമൊക്കെ മാറി നല്ലൊരു വെള്ള കളർ ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. തുടക്കത്തിൽ ഇതേപോലെ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. കുറച്ച് സമയം ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ആയി കിട്ടും. നിങ്ങളിങ്ങനെ ബീറ്റ് ചെയ്യുന്തോറും ഇതിലേക്ക് ധാരാളമായിട്ട് എയർ കിടക്കും. അപ്പോൾ നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വിസ്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനൊരു 5-6 മിനിറ്റോളം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് ഇത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്നതുവരെ 1 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ 1 മിനിറ്റ് തന്നെ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ മുട്ട ചേർക്കുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞു പോയ പോലെയാകും. അത് കുഴപ്പമില്ല, നമുക്കിത് ബീറ്റ് ചെയ്ത് പിന്നെ പൊടിയൊക്കെ ചേർക്കുമ്പോഴേക്കും അതൊക്കെ നോർമലായി വന്നോളൂ. ഇതിപ്പോൾ ആ മുട്ട ഇതിലേക്ക് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചുരണ്ടി വെച്ച ഓറഞ്ചിൻ്റെ തൊലി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി പൊടി ചേർത്ത് കൊടുക്കാം. ആ പൊടിയുടെ പകുതി മാത്രം ആദ്യം ചേർക്കാം. അതിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ പൊടിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഉപയോഗിച്ച മുട്ടയുടെ സൈസ് അനുസരിച്ചൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി വേണ്ടി വരാം. 3 തൊട്ട് 3.5 ടേബിൾ സ്പൂൺ വരെ ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ചെറിയ ലോഫ് ടിന്നിലേക്കാണ് മാറ്റുന്നത്. ഈ ടിന്നിൻ്റെ സൈസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിലൊരു ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ചെറിയ ലോഫ് ടിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ 800 മില്ലി കപ്പാസിറ്റിയുള്ള ഏത് ഷേപ്പുള്ള ടിന്നിലും നമുക്കിത് ബേക്ക് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനിയൊന്നും തട്ടി ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് കളയാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ ഈ ഒട്ടിച്ച് 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. ഇത് 170 ഡിഗ്രി സെൽഷ്യസിൽ 40 തൊട്ട് 45 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.
സ്റ്റൗ ടോപ്പിലാണെങ്കിലും നമുക്ക് ഇതേ സമയം തന്നെ മതിയാവും ബേക്ക് ചെയ്യാൻ. പിന്നെ ബേക്ക് ചെയ്യാനുള്ള സമയം നമ്മുടെ അവൻ്റെ ടൈപ്പ് അനുസരിച്ചും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നിൻ്റെ സൈസ് അനുസരിച്ച് ഷേപ്പ് അനുസരിച്ചും സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഫ്ലെയിമിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചും ഒക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബേക്ക് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ മുറിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഉൾഭാഗമൊക്കെ വേഗം കുക്കാകാനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. ലോഫ് ടിന്നിലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. വേറെ ഷേപ്പുള്ള ടിന്നിലാണെങ്കിൽ അങ്ങനെ മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്കൊരു ഓറഞ്ച് ഗ്ലേസ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് പൊടിച്ച പഞ്ചസാര എടുക്കാം. 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐസിങ് ഷുഗറോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പിഴിഞ്ഞു വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് ഗ്ലേസ്. ഇത് നമുക്ക് നമ്മുടെ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഈ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാൻ. ഇതൊരു അരമണിക്കൂർ കൊണ്ട് ഡ്രൈ ആയി കിട്ടിക്കോളും. ഇപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് തണുത്ത് ആ ഗ്ലേസൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. നല്ല ഫ്ലേവറുള്ള കേക്കാണ്. നമ്മൾ ആ ചേർത്ത ഓറഞ്ച് സെസ്റ്റും പിന്നെ ആ ഓറഞ്ച് ഗ്ലേസും ഒക്കെ വരുമ്പം ഒരു ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ റെസിപ്പി മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.